ഹലോ ഗൈസ്, ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് എങ്ങോട്ടാ പോണേന്നറിയോ? ഷോപ്പിങ്ങിനൊന്നല്ല കേട്ടോ, എൻ്റെ തേർഡ് സ്റ്റഡ് കുത്താൻ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക, ഇതെന്ന് പറയത്തില്ലേ, എന്ത് ചെയ്യാനാണ്. മുന്നേ ഒരു പ്രാവശ്യം തേർഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് ഫ്ലോപ്പായി. പഴുത്തതൊന്നല്ല, എൻ്റെ മോൻ കളിച്ചപ്പോൾ തോർത്തുമുണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഊരിപ്പോയതാണ്. പിന്നെ ഒരു സൈഡ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോയി. 3 ദിവസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞാനത് ഉണങ്ങിയോന്ന് അറിയാൻ വേണ്ടി ഊരിയതാണ്. പക്ഷേ ആ കുത്തിയെടുത്ത് അതിൻ്റെ ഒരു പാട് പോലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അങ്ങനെ ഫ്ലോപ്പായതാണ്. പിന്നെ ഞാനൊരു മോട്ടിവേഷൻ്റെ പുറത്ത്, ജോസുവിൻ്റെ ഒരു പറച്ചിലിൻ്റെ പുറത്ത് വീണ്ടും തേർഡ് സ്റ്റഡ് അടിക്കാൻ പോവാണ്. ഇവിടെ ശരിക്കും കോളേജിൽ ഇതൊന്നും അലൗഡ് അല്ല. സെക്കൻഡ് സ്റ്റഡ് തന്നെ അലൗഡ് അല്ല എന്നാണ് പറയുക. ഇങ്ങനത്തെ ഒരു മെഡിക്കൽ പ്രൊഫഷനായ കാരണം ഇതൊന്നും അലൗഡ് അല്ല എന്നാണ് പറയുക. പിന്നെ നമ്മൾ അങ്ങനെ കള്ളത്തരം കാണിച്ച് ചെയ്യാമെന്ന് പറയില്ലേ. പിന്നെ അവർ കമ്മലൊക്കെ ഊരി വയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ താഴത്തെ 2 ഊരി വെച്ച് മുകളിലത്തെ മാത്രം ഇട്ടുകൊണ്ട് കിടക്കും. അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വലിയ വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓയിൽമെൻറ്റൊക്കെ തേക്കുന്നുണ്ട് ഒരു തരിപ്പിന് വേണ്ടിയിട്ട്. അത് കാരണം നാട്ടിലെനിക്ക് കാത് കുത്തുന്നതിനേക്കാളും ഇവിടെ ഭയങ്കര കംഫർട്ടായി തോന്നി കേട്ടോ. കുത്തി കഴിഞ്ഞിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉപ്പുവെള്ളമൊക്കെ വിട്ട് സെറ്റാക്കി കുത്തി. അന്നത്തെ ദിവസം ഇത്തിരി സൈഡൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം പിന്നെ ആയപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ലാതെ 2 ദിവസം കഴിഞ്ഞപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി കേട്ടോ. നാട്ടിൽ കുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായി തോന്നി. ബ്യൂട്ടി പാർലറിലെ ചേച്ചിയും അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു ഭയങ്കര കംഫർട്ടാണ്. കറക്റ്റായിട്ട് അളന്നാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ തേർഡ് സ്റ്റഡ് കുത്തലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.